ഹലോ എവ്രിവൺ. ഇത് നമ്മളുടെ സൈബർ സെക്യൂരിറ്റി ബിഗിനർ ടു പ്രൊഫഷണൽ പ്ലേലിസ്റ്റിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാലി ലിനക്സ് OS എങ്ങനെ നമ്മളുടെ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പഠിച്ചു. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിനക്സ് കമാൻഡ്സിനെ കുറിച്ചാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ലിനക്സ് കമാൻഡ്സിനെ കുറിച്ച് ചെറിയ ധാരണ ഉണ്ടാവാം അല്ലേ? എന്നാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സ്റ്റാർട്ട് ചെയ്യേണ്ട പോയിന്റ് ഇതാണ്. എന്തിനാണ് നമ്മൾ ലിനക്സ് കമാൻഡ്സ് പഠിക്കുന്നത്? ഇത് വളരെ ബേസിക്കായ കാര്യമല്ലേ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവാം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാലി ലിനക്സ് OS നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ പലതരത്തിലുള്ള ടൂൾസ് നമ്മളോട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ടൂൾസുകൾ ഒന്നും തന്നെ ഗ്രാഫിക്കൽ ആയിരിക്കണം എന്നില്ല. വളരെ കുറച്ച് ടൂൾസ് മാത്രമേ ഗ്രാഫിക്കൽ ടൂൾസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ലിനക്സ് ഇൻ്റർഫേസുമായി വളരെയേറെ അഡ്ജസ്റ്റഡ് ആയിരിക്കണം. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ പഠിക്കുന്നത് ലിനക്സ് കമാൻഡ്സ്. നിങ്ങൾ ഒരുപക്ഷെ കരുതുന്നുണ്ടാവാം മൗസ് കൊണ്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് എന്ന്. എന്നാൽ നിങ്ങൾക്ക് ലിനക്സ് കമാൻഡ്സ് അറിയാമെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ഓരോ ആക്ടിവിറ്റീസ് നിങ്ങൾ മൗസ് അനക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് പല ഓപ്പറേഷൻസും നിങ്ങളുടെ കീബോർഡ് വഴി ചെയ്യുവാൻ കഴിയും. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ബേസിക് ആയിട്ടുള്ള ലിനക്സ് കമാൻഡ്സ് ആണ്. അഡ്വാൻസ് കമാൻഡ്സ് നമ്മൾ ഓരോ പ്രാക്ടിക്കൽ ചെയ്തു പോകുമ്പോഴും ആ കൂടെ തന്നെ പഠിച്ചു പോകും. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലിലേക്ക് കിടക്കാം. ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന കാലി ലിനക്സ് OS. ഇവിടെ കമാൻഡ് പ്രോംപ്റ്റ് പോലെ, അതായത് വിൻഡോസിലെ കമാൻഡ് പ്രോംപ്റ്റ് പോലെ നമ്മൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇൻ്റർഫേസ് ആണ് ടെർമിനൽ. ഈ ടെർമിനലാണ് നമ്മൾ നമ്മളുടെ കമാൻഡ്സ് എല്ലാം ഇൻപുട്ട് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഒരു റൂട്ട് അക്കൗണ്ട് ആക്സസ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു തന്നിരുന്നു. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു റൂട്ട് അക്കൗണ്ടാണ്. ഞാനിവിടെ ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന കമാൻഡ് LS കമാൻഡാണ്. അതെ, LS. എന്താണ് LS എന്ന് പറയുമ്പോൾ? LS എന്ന് വെച്ചാൽ ലിസ്റ്റ്. ഇവിടെ ഞാൻ LS കമാൻഡ് എൻ്റർ ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു ലൊക്കേഷനിലുള്ള എല്ലാ ഡയറക്ടറീസിൻ്റെയും ഫയൽസിൻ്റെയും ലിസ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് LS കമാൻഡിൻ്റെ യൂസേജ്. നമ്മൾ C ഡ്രൈവ്, നമ്മുടെ വിൻഡോസ് മെഷീൻ ഈ C ഡ്രൈവ് ഉപയോഗിക്കുമ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കവിടെ ധാരാളം ഫോൾഡേഴ്സ് കാണാം. അതായത് യൂസർ, പ്രോഗ്രാം ഫയൽസ്, അങ്ങനെ പല ഫോൾഡേഴ്സ് കാണാം. അതുപോലെ ഒരു ലൊക്കേഷനാണ് ഈ കാണുന്ന ഫയൽ സിസ്റ്റം. ഈ ഒരു ഫയൽ സിസ്റ്റത്തിനുള്ളിൽ നമ്മളുടെ റൂട്ട് അക്കൗണ്ടിൻ്റെ ഫോൾഡർ കാണാം. ഇതാണ് റൂട്ട് അക്കൗണ്ട്. ബൈ ഡിഫോൾട്ട് നമ്മളുടെ ലൊക്കേഷനിൽ ഈ ടെർമിനൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ റൂട്ട് അക്കൗണ്ടിൻ്റെ ഉൾവശമാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ക്രീപ്പി, സൈബർ, വെബ്സ്യൂട്ട് പ്രൊഫഷണൽ തുടങ്ങിയ എല്ലാ ഫയൽ ഫോൾഡേഴ്സും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഞാൻ LS കമാൻഡ് ടൈപ്പ് ചെയ്തപ്പോൾ ഈ കറസ്പോണ്ടിങ് ലൊക്കേഷനിൽ വരുന്ന എല്ലാ കണ്ടൻസും എനിക്കിവിടെ കാണുവാൻ പറ്റി. ഇതാണ് LS കമാൻഡിൻ്റെ യൂസേജ്. എന്നാൽ നമുക്കിവിടെ ഒരു ഫയലോ ഡയറക്ടറിയിലോ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതെന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും എന്നാണ് മോഡിഫൈ ചെയ്യുന്നതെന്നും അതിൻ്റെ പെർമിഷൻസ് എന്തൊക്കെയാണെന്നും എല്ലാം അറിയാൻ കഴിയും. എന്നാൽ ഈ കാണുന്ന ടെർമിനലിൽ നമുക്കത് കാണാൻ കഴിയുകയില്ല. അത് കാണണമെങ്കിൽ നമ്മൾ LS-L എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കണം. LS-L എന്ന് വെച്ചാൽ ലോങ് ലിസ്റ്റിംഗ് എന്നാണ് അർത്ഥം. ലോങ് ലിസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതേ ലൊക്കേഷനിൽ കാണുന്ന എല്ലാ ഫയൽസിൻ്റെയും എന്നാണ് ക്രിയേറ്റ് ചെയ്തത്, ആരാണ് ഇതിൻ്റെ ഓണർ, ഏത് യൂസറാണ് ഇതിൻ്റെ ഓണർ, അതേപോലെ അതിന് എന്തൊക്കെ പെർമിഷൻ ഉണ്ട്, റീഡ് റൈറ്റ് പെർമിഷൻ ഉണ്ട്, ഇത് ഡയറക്ടറിയാണ് തുടങ്ങിയ എല്ലാ ഇൻഫർമേഷനും നമുക്കിവിടെ കാണുവാൻ കഴിയും. സോ ഇതാണ് LS-Lൻ്റെ പ്രത്യേകത, ലോങ് ലിസ്റ്റിംഗ്. നമുക്ക് ടെർമിനൽ ക്ലിയർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ ആ ടെർമിനൽ ക്ലിയർ ആയിക്കോളൂ. ഇവിടെ നമ്മളുടെ കറൻറ്റ് ലൊക്കേഷനാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റൂട്ട് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മളുടെ കറൻറ്റ് ലൊക്കേഷൻ. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ലാഷ് സിമ്പിൾ കാണാം. ഇതാണ് അതിൻ്റെ ബേസ് ഡയറക്ടറി. ഇതിനുള്ളിലാണ് റൂട്ട് ഡയറക്ടറി വരുന്നത്. അതിനുള്ളിലാണ് ബാക്കി എല്ലാ ഫയൽസും സേവ് ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഡൗൺലോഡ്സ് ആണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഡൗൺലോഡ്സ് ഇവിടെ കാണാൻ കഴിയും. അതായത് എല്ലാ ഫയൽസും വരുന്നത് ഈ ഒരു റൂട്ട് ഡയറക്ടറി, ഈ എല്ലാ ഫയൽസും വരുന്നത്
ഈ പറയുന്ന റൂട്ട് ഡയറക്ടറിക്കുള്ളിലാണ്. റൂട്ട് ഡയറക്ടറി വരുന്നതോ ഈ സ്ലാഷ് എന്ന് പറയുന്ന ലൊക്കേഷനിലോ. ഇനി ഞാൻ PWD എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി ഏതാണെന്ന് കാണിച്ചു തരും. അതായത് എൻ്റെ ഈ ഒരു ലൊക്കേഷൻ ബൈ ഡിഫോൾട്ട് ഈ ടെർമിനൽ എപ്പോൾ ഓപ്പൺ ചെയ്യുന്നുവോ അപ്പോൾ ഈ കാണിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഡയറക്ടറിക്കുള്ളിലാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഏത് യൂസർ അക്കൗണ്ടാണോ നിങ്ങൾ ലോഗിൻ ചെയ്യുന്നത് ആ ഒരു യൂസർ അക്കൗണ്ടിലായിരിക്കും നിങ്ങളുടെ ഡിഫോൾട്ട് ലൊക്കേഷൻ വരുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ടൈമിൽ ലിനക്സ് OS ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് കാലി എന്ന് പറയുന്ന ഒരു യൂസർ അക്കൗണ്ട് ആയിരുന്നു. അതാണ് ഈ കാണുന്ന ലൊക്കേഷൻ. എന്നാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് റൂട്ട് അക്കൗണ്ടാണ്. റൂട്ട് അക്കൗണ്ടിനാണ് കൂടുതൽ പെർമിഷൻസ് ഉള്ളത്. അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് കിട്ടുന്ന എല്ലാ പെർമിഷൻസും വരുന്നത് റൂട്ട് അക്കൗണ്ടിലാണ്. ഇനി ഞാൻ മറ്റൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ഫോൾഡറിൻ്റെ പേരാണ് .cybermellu. ഞാൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് നോക്കാം ആ ഒരു ഫയൽ ഉണ്ടോയെന്ന്. സൈബർ എന്നൊരു ഫയലുണ്ട്, എന്നാൽ cybermellu എന്നൊരു ഫയൽ ഇവിടെ കാണാനേ ഇല്ല. അതായത് ഞാൻ ക്രിയേറ്റ് ചെയ്ത cybermellu എന്നുള്ള ഫയൽ അവിടെ കാണുന്നില്ല. ഞാൻ ഈ ഫയൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഡോട്ട് സിമ്പിൾ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്കിവിടെ അങ്ങനൊരു ഫയൽ ഇവിടെ കാണുവാനേ കഴിയുകയില്ല. അതിന് കാരണം നിങ്ങൾ ഒരു ഫയലോ ഡയറക്ടറിക്കോ മുമ്പായിട്ട് ഒരു ഡോട്ട് സിമ്പിൾ കൊടുക്കുകയാണെങ്കിൽ അത് ഹിഡൻ ഫയലായിട്ട് മാറും. കാരണം സിസ്റ്റം ഫയൽസ് നമ്മുടെ വിൻഡോസ് മെഷീനിലാണെങ്കിലും കുറേ സിസ്റ്റം ഫയൽസ് ഉണ്ട്. ഇതെല്ലാം ഹിഡൻ ആയി കിടക്കുകയാണ്. അത് സേഫ് ആയിരിക്കുവാനും നമ്മൾ ആക്സിഡൻ്റലി ഡിലീറ്റ് ചെയ്ത് കളയാതിരിക്കുവാനും ഇടയ്ക്കാണ് ഇതിനെ ഹിഡൻ ആക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫയലും ഡോട്ട് സിമ്പിൾ കൊടുത്തത് കാരണം അത് ഹിഡൻ ആയിപ്പോയി. ഇത്തരത്തിൽ ഹിഡൻ ആയിപ്പോയ ഫയൽസ് കാണണമെങ്കിൽ -LA എന്ന് കൊടുക്കുക. അതായത് ലിസ്റ്റ് ഓൾ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡോട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പല ഫയൽസും കാണുവാൻ കഴിയും. മുമ്പ് നമ്മൾ നോക്കിയപ്പോൾ കാണാത്ത പല ഫയൽസും ഇവിടെ ഉണ്ട്. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത cybermellu എന്ന് പറയുന്ന ഡയറക്ടറിയും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചത് LS, -L, -LA എന്ന് പറയുന്ന 3 കമാൻഡ്സ് ആണ്. അത് കൂടാതെ നമ്മൾ ക്ലിയർ എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് ടെർമിനൽ ക്ലിയർ ചെയ്യാമെന്ന് പഠിച്ചു. അതേപോലെ PWD എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി ഏതാണെന്ന് അറിയുവാനും പറ്റുമെന്ന് പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറി കാണുന്നുണ്ട്. ഇവിടെ ഡയറക്ടറി എന്ന് പറയുന്നത് ഫോൾഡേഴ്സിന് തന്നെയാണ്. ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഇതിനുള്ളിൽ മറ്റൊരു ഫോൾഡർ ഉണ്ട്. മനു, ടാറ്റ, അങ്ങനെ പല ഫോൾഡേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഇത് കോപ്പി ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ CD എന്ന് വെച്ചാൽ ചേഞ്ച് ഡയറക്ടറി. എനിക്കിവിടെ ഏത് ഡയറക്ടറിയിലേക്കാണോ പോവേണ്ടത് ആ ഡയറക്ടറിയുടെ പേര് കൊടുക്കുകയാണെങ്കിൽ ആ ലൊക്കേഷനിലേക്ക് നമ്മളെ എത്തിക്കും. ഇവിടെ ഞാനിപ്പോൾ CD ഡോക്യുമെൻറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പുണ്ടായിരുന്ന ലൊക്കേഷൻ റൂട്ട് എന്ന് പറയുന്ന ലൊക്കേഷനായിരുന്നു. ഇപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റ്സ് പറഞ്ഞ ലൊക്കേഷനിലെത്തി, അതായത് ഇവിടെ എത്തി. അടുത്തതായി നമ്മൾ CD അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് ഈ ഡോക്യുമെൻറ്റ്സിലുണ്ടെന്ന് കണ്ടു നോക്കാം. അതിന് നമ്മൾ പഠിച്ച LS കമാൻഡ് ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് കാണാം അവിടെ പല ഫയൽസ് ഉണ്ട്. ആ കൂടെ തന്നെ മനു എന്നൊരു ഡയറക്ടറിയും ഉണ്ട്. ആ ഡയറക്ടറിക്കുള്ളിൽ കയറണമെങ്കിൽ നമുക്ക് പിന്നെയും എന്ത് ചെയ്യണം? CD ഉപയോഗിക്കണം. CD ഇത്തവണ ഫയലിൻ്റെ പേര് മനു. ഇവിടെ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഡോക്യുമെൻറ്റ്സിനുള്ളിൽ മനു എന്നൊരു ഫോൾഡറിലാണ്. ഇവിടെയും ലിസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ടാറ്റ എന്ന് പറയുന്നൊരു ഡയറക്ടറിയാണ്. അതെ, ഇനി ഇതിൽ കയറണമെങ്കിലും എന്ത് ഉപയോഗിക്കണം? CD ടാറ്റ. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഈ കാണുന്ന ലൊക്കേഷനിലാണ്.
സംശയമുണ്ടെങ്കിൽ PWD എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി കാണാം. അതായത് ഞാൻ മുമ്പ് കോപ്പി ചെയ്ത അതേ ഡയറക്ടറി ലൊക്കേഷൻ കാണാം. ഓക്കെ, സോ നമ്മൾ പഠിച്ചത് CD എന്ന കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു ഡയറക്ടറിയിൽ നിന്ന് മറ്റൊരു ഡയറക്ടറിയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ CD സ്പേസ് ഡബിൾ ഡോട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ ടാറ്റ എന്ന് പറഞ്ഞൊരു ഫോൾഡറാണ് നിൽക്കുന്നത്. ഞാൻ ബാക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തിരിച്ച് ഞാൻ ആ ഫോൾഡറിൽ നിന്നിറങ്ങി മനു എന്ന ഫോൾഡറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒന്നുകൂടെ ബാക്ക് അടിക്കുകയാണെങ്കിൽ ഡോക്യുമെൻറ്റ്സിലെത്തി. എന്നാൽ ഇവിടെ നമുക്ക് ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് ആയിട്ട് ബട്ടൺസ് ഒന്നും തന്നെ ഇല്ല. ഈ ഒരു മൂവ്മെൻറ്റ് നമ്മൾ CD കമാൻഡ് ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. CD സ്പേസ് ഡബിൾ ഡോട്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ടാറ്റ എന്ന ഫോൾഡറിൽ നിന്ന് മാറി മനു എന്ന ഫോൾഡറിലേക്ക് എത്തി. അവിടെ ടാറ്റ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. സംശയമുണ്ടെങ്കിൽ നമുക്ക് LS ടൈപ്പ് ചെയ്ത് നോക്കാം. ലിസ്റ്റ് ചെയ്തപ്പോൾ ടാറ്റ എന്നൊരു ഫോൾഡർ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടായി കാണിക്കാം. ഈ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫയലും കാണാൻ കഴിയും, ന്യൂ വൺ. സോ നമ്മൾ പഠിച്ചത് CD സ്പേസ് ഡബിൾ ഡോട്ട് കൊടുക്കുകയാണെങ്കിൽ ഏത് വർക്കിംഗ് ഡയറക്ടറിയിലാണോ അതിൽ നിന്ന് പുറകിലേക്ക് മൂവ് ചെയ്യുമെന്നാണ്. ഞാനിപ്പോൾ ഒരിക്കൽ കൂടി ടാറ്റ എന്ന ഡയറക്ടറിയിലോട്ട് കയറുകയാണ്. ഓക്കെ, ഇനി എൻ്റെ ഒബ്ജക്റ്റീവ് ടാറ്റയിൽ നിന്ന് മനുവിൽ നിന്ന് ഡോക്യുമെൻറ്റ്സിലേക്ക് മൂവ് ചെയ്യുക. അതായത് 2 ടൈംസ് പുറകോട്ട് മൂവ് ചെയ്യുക. അതായത് ഞാനിവിടെ ഈ ഒരു ബട്ടണിൽ 2 ടൈംസ് ക്ലിക്ക് ചെയ്യുന്ന എഫക്റ്റ് ഇവിടെ ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ CD ഡബിൾ ഡോട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്കറിയാം നമ്മൾ തൊട്ട് പുറകിലെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമെന്ന്. എന്നാൽ നമ്മളിവിടെ CD ഡബിൾ ഡോട്ട് സ്ലാഷ് ഡബിൾ ഡോട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ 2 ടൈംസ് പുറകിലേക്ക് മൂവ് ചെയ്യും. അതായത് ടാറ്റയിൽ നിന്ന് മനുവിലേക്ക്, അവിടെ നിന്ന് ഡോക്യുമെൻറ്റ്സിലേക്ക് മൂവ് ചെയ്യും. ഇവിടെ ലിസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഡോക്യുമെൻറ്റ്സിലുള്ള എല്ലാ ഫയൽസും കാണാൻ പറ്റുന്നുണ്ട്. ഈ കാണുന്ന ഫയൽസ് എല്ലാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് CD ഡബിൾ ഡോട്ടിൻ്റെ യൂസേജ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുറകോട്ട് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്, റൂട്ട് ഡോക്യുമെൻറ്റ്സ്. നമുക്ക് തിരിച്ച് മനു ടാറ്റയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് സ്ലാഷ് ഈ ഒരു പാത്ത് കൊടുത്താൽ മതി. CD then the path. ഓക്കെ, സോ ഇങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ലൊക്കേഷനിലേക്ക് എത്താൻ പറ്റി. ഇനിയും ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പോൾ കറൻലി ടാറ്റ എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. അതായത് ടാറ്റ എന്ന ഡയറക്ടറിയിലാണ് നിൽക്കുന്നത്. എനിക്ക് ഇവിടെ നിന്ന് നേരെ റൂട്ടിലേക്ക് പോകണം. അതായത് CD ഉപയോഗിക്കുകയാണെങ്കിൽ, CD ഡബിൾ ഡോട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ഫോൾഡേഴ്സ് ആയിട്ട് പുറകോട്ട് മൂവ് ചെയ്യാൻ കഴിയും. എന്നാൽ എൻ്റെ ഉദ്ദേശം ഡയറക്റ്റ്ലി ഇപ്പോൾ നമുക്കൊരു 10 ഡയറക്ടറി ഉണ്ടെങ്കിൽ ഓരോ തവണയും CD ഡബിൾ ഡോട്ട് അടിച്ച് പോകുക എന്ന് പറയുന്നത് വളരെ പാടാണ്. നമുക്ക് ഡയറക്റ്റ്ലി റൂട്ടിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ ജസ്റ്റ് CD എന്ന് മാത്രം ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. ഇപ്പോൾ നമ്മൾ എത്ര ഡയറക്ടറിക്കുള്ളിലാണെങ്കിലും നമ്മൾ നേരെ റൂട്ടിലേക്ക് എത്തും. ഇതാണ് CD കമാൻഡിൻ്റെ യൂസേജ്. അതേപോലെ നമുക്കിപ്പോൾ ഏത് ഡയറക്ടറിയുടെ പാത്ത് അവൈലബിൾ ആണെങ്കിലും നമ്മൾ ആ പാത്ത് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടേക്ക് മൂവ് ചെയ്യാൻ കഴിയും.
അപ്പോൾ നമുക്ക് സി ഡി കമാൻഡിനെ കുറിച്ച് പഠിച്ചത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. സി ഡി എന്ന് വെച്ചാൽ ചേഞ്ച് ഡയറക്ടറി. നമുക്ക് ഡയറക്ടറി ചേഞ്ച് ചെയ്യുവാനായിട്ട് ഡയറക്ടറിയിൽ നിന്ന് പുറകോട്ട് മൂവ് ചെയ്യാനുമെല്ലാം നമുക്ക് സി ഡി കമാൻഡ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ വീണ്ടും ഇതേ ലൊക്കേഷനിൽ നിൽക്കുകയാണ്. വീണ്ടും ഇതേ ലൊക്കേഷനിൽ വന്നിരിക്കുകയാണ്. ഇനി എൻ്റെ ഒബ്ജക്റ്റീവ് ഇവിടെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി കാണിക്കാം. ഈ ഡോക്യുമെൻ്റ് പേര് hello1 എന്നാണ്. എന്നാൽ ഞാനിപ്പോൾ ചെയ്തത് മൗസ് പോയിൻ്റ് ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് എങ്ങനെ കമാൻഡ് ഉപയോഗിച്ച് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കാം? അത് ചെയ്യണമെങ്കിൽ ടച്ച് എന്നൊരു കീബോർഡ് ഉപയോഗിക്കുക. ടച്ച് എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു ഫയൽ ഉണ്ടാക്കാൻ കഴിയും. ഇവിടെ ഞാൻ hello2 എന്ന് കൊടുക്കുകയാണ്. അതായത് ടച്ച് സ്പേസ് hello2. എന്താണ് hello2? ഒരു ഫയലിൻ്റെ പേര് മാത്രമാണ്. നമുക്കിവിടെ എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഞാൻ hello2 കൊടുത്തപ്പോൾ തന്നെ hello2 എന്ന് പറഞ്ഞൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. സോ നമ്മളിപ്പോൾ എങ്ങനെയാണ് ഒരു ഫയൽ ഉണ്ടാക്കേണ്ടത് പഠിച്ചു. ഇനിയും എങ്ങനെയാണ് ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? അതിന് നമ്മൾ rm then ഫയൽ നെയിം. ഓക്കെ, rm സ്പേസ് hello2 എൻ്റർ അടിക്കുമ്പോൾ അപ്പോൾ തന്നെ hello2 എന്ന് പറയുന്ന ആ ഫയൽ അവിടുന്ന് പോയി. ഇങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്. പിന്നെയും hello2 ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു കമാൻഡ് ഒന്നുകൂടെ കൊടുത്താൽ മതി. സോ നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. നമുക്കിനി പഠിക്കേണ്ടത് ഒരു ഡയറക്ടറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതായത് ഫോൾഡേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എനിക്കൊരു ഫോൾഡർ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ സൈബർ മല്ലു എന്നൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ചെയ്യണമെങ്കിൽ mkdir എന്ന് കൊടുക്കുക. എന്ന് വെച്ചാൽ മേക്ക് ഡയറക്ടറി. ഇവിടെ mallu2 എന്ന് പറയുന്നൊരു ഡയറക്ടറി ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. mkdir mallu2. ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഒരു ഡയറക്ടറി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഡയറക്ടറി റിമൂവ് ചെയ്യുക എന്നതാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം പഠിച്ച കമാൻഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. rm mallu2. എന്നാൽ അവിടെ എന്താണ് പറയുന്നത്? ഇതൊരു ഡയറക്ടറിയാണ്, ഈ ഒരു മെത്തേഡ് ഇവിടെ വർക്കാവില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യേണ്ട മെത്തേഡ് എന്ന് വെച്ചാൽ rm -r. rm -r എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്ടറി റിമൂവ് ചെയ്യാനുള്ള കമാൻഡാണ്. ഇങ്ങനെ ചെയ്തപ്പോൾ ആ ഡയറക്ടറി അവിടുന്ന് റിമൂവ് ആയി പോയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഈ hello1ലേക്ക് നിലവിൽ hello1ൽ ഒരു കണ്ടൻറ്റും ഇല്ല. ഇതിലേക്ക് ഒരു കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. നമുക്കിവിടെ മൗസ് പോയിൻ്റ് ഉപയോഗിച്ച് ഒരു എഡിറ്റർ ഓപ്പൺ ചെയ്ത് അതിലേക്ക് റൈറ്റ് ചെയ്യാം. എന്നാൽ എങ്ങനെ ടെർമിനൽ വഴി ചെയ്യാമെന്ന് പഠിക്കാം. അതിനായിട്ട് cat എന്നൊരു കമാൻഡ് ഉപയോഗിക്കുക. cat, അതേപോലെ ഫയലിൻ്റെ പേര്, ഏത് ഫയലിലേക്കാണോ റൈറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഫയലിൻ്റെ പേര് കൊടുക്കുക. cat hello1. സോ ഇങ്ങനെ ഇനി നമുക്ക് ഈ ഫയലിലേക്ക് റൈറ്റ് ചെയ്യാൻ പഠിക്കാം. ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ cat എന്നൊരു കമാൻഡ് ഉപയോഗിക്കുക. cat ** the file name. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഏത് ഫയലിലേക്കാണ് റൈറ്റ് ചെയ്യേണ്ടത് അതിവിടെ വരും. cat ** hello1 എന്ന് പറയുമ്പോൾ അതിലേക്ക് റൈറ്റ് ചെയ്യാനായിട്ട് ഒരു ഓപ്പണിംഗ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യുകയാണ് you are cute. അതിനുശേഷം എൻ്റർ അടിച്ച് Ctrl+C ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇൻപുട്ട് ഓപ്ഷൻ അവിടെ ക്ലോസ് ആവും. ഇപ്പോൾ നമ്മൾ hello1 ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് അവിടെ വന്നിട്ടുണ്ട്.
അതായത് ക്യാറ്റ് ആംഗിൾ ബ്രാക്കറ്റ് hello1 അതായത് ഏത് ഫയലിൻ്റെ പേരാണോ കൊടുക്കേണ്ടത് അത് കൊടുക്കുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് റൈറ്റ് ചെയ്യാം. ഇവിടെ ഇനി hello1ലെ കണ്ടന്റ് എങ്ങനെ ടെർമിനൽ വഴി കാണാൻ പറ്റും? അതിനു വേണ്ടിയും ക്യാറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ക്യാറ്റ് hello1 അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു കണ്ടന്റ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, സോ അടുത്തതായിട്ട് ഇതേ ഫയലിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി ഇൻപുട്ട് കൊടുക്കുകയാണ്. സോ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് ഐ ആം ക്യൂട്ട് എന്നാണ്. അതായത് ഇതിൻ്റെ പ്രീവിയസ്ലി ഉള്ള കണ്ടന്റ് യു ആർ ക്യൂട്ട് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഐ ആം ക്യൂട്ട് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ പിന്നെയും Ctrl+C പ്രസ് ചെയ്ത് ആ ഒരു ഇൻ്റർഫേസ് ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾക്കറിയാം ഫസ്റ്റ് ഓഫ് ഓൾ അതിലുണ്ടായിരുന്നത് യു ആർ ക്യൂട്ട് എന്നായിരുന്നു. അതിനുശേഷം ഞാൻ ഐ ആം ക്യൂട്ട് എന്ന് ടൈപ്പ് ചെയ്തു. ഇപ്പോൾ ഈ ഫയലിനുള്ളിൽ വരുന്ന കണ്ടന്റ് എന്തൊക്കെയായിരിക്കും? യു ആർ ക്യൂട്ടും ഐ ആം ക്യൂട്ടും. എന്നാൽ ഞാൻ ഇവിടെ ക്യാറ്റ് വെച്ച് ഡിസ്പ്ലേ ചെയ്ത് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ലാസ്റ്റ് ഇൻപുട്ട് ചെയ്ത ടെക്സ്റ്റ് മാത്രമായിരിക്കും. അതായത് ഫസ്റ്റ് ഇൻപുട്ട് ചെയ്ത ടെക്സ്റ്റിനെ ഓവർറൈറ്റ് ചെയ്തിട്ടാണ് സെക്കൻഡ് ഇൻപുട്ട് അവിടെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഇൻപുട്ട് അവിടെ കംപ്ലീറ്റ്ലി ഇറേസ് ആയിപ്പോയി. സോ നമുക്ക് പ്രീവിയസ് കണ്ടന്റ് കീപ്പ് ചെയ്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ക്യാറ്റ് ഡബിൾ ആംഗിൾ ബ്രാക്കറ്റ് ഫയൽ നെയിം കൊടുക്കണം. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ദിസ് ഈസ് സേവ്ഡ് എന്നാണ്. ഇത് ഞാനിവിടെ Ctrl+C പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കണ്ടന്റ് ഇവിടെ പോവുകയില്ല. ഇതിന് മുമ്പുണ്ടായിരുന്ന കണ്ടന്റും കറൻറ്റ് കണ്ടന്റും അവിടെ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ക്യാറ്റ് കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഫയൽ ഇൻപുട്ട് കാണുവാനും ഫയലിലെ കണ്ടന്റ് കാണുവാനും ഫയലിലേക്ക് റൈറ്റ് ചെയ്യാനും ഫയലിലെ കണ്ടന്റ് റിമൂവ് ചെയ്ത് പുതിയ കണ്ടന്റ് റൈറ്റ് ചെയ്യാനും കഴിയും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന hello1ലെ കണ്ടന്റിനെ hello2ലേക്ക് എങ്ങനെ കോപ്പി ചെയ്യാമെന്നാണ്. ഇവിടെ hello2 ഇപ്പോൾ എംപ്റ്റി ആണ്. അതിനായിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് cp എന്ന് പറയുന്ന കമാൻഡാണ്. ഇവിടെ cp കമാൻഡിന് ശേഷം ഏത് ഫയലിൽ നിന്നാണോ കോപ്പി ചെയ്യേണ്ടത് ആ ഫയലിൻ്റെ പേര് ആദ്യമേ കൊടുക്കുക. അതിനുശേഷം സെക്കൻഡ് ഫയലിൻ്റെ പേര് അവിടെ കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫയലിലെ കണ്ടന്റ് സെക്കൻഡ് ഫയലിലേക്ക് മൂവ് ചെയ്യപ്പെടും. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഫയല് ക്യാറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫയലിലെ കണ്ടന്റ് സെക്കൻഡ് ഫയലിൽ എത്തിയിരിക്കുകയാണ്. സോ ഇങ്ങനെയാണ് ഒരു കണ്ടന്റ് കോപ്പി ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് കറണ്ട് ലൊക്കേഷൻ ഇപ്പോൾ ടാറ്റയ്ക്കുള്ളിലാണ്. എന്നാൽ സൈബർ മല്ലിനുള്ളിലോട്ട് ഞാൻ ഒരു പുതിയ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. cp ഹിയർ എന്നാണ് ഇതിൻ്റെ പേര്. ഇനി എനിക്ക് വേണ്ടത് ഈ പറയുന്ന hello1ലെ കണ്ടന്റ് സൈബർ മല്ലു എന്ന ഫോൾഡറിനുള്ളിൽ വരുന്ന cp ഹിയറിലേക്ക് മൂവ് ചെയ്യണമെന്നാണ്. ഈ ഒരു കേസ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പാത്ത് അറിയണം. നമുക്ക് pwd ടൈപ്പ് ചെയ്ത് ടെർമിനൽ വഴിയും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കറണ്ട് ലൊക്കേഷനിൽ വരുന്നത് hello1 ആണ്. ഇവിടെ cp എന്ന് ടൈപ്പ് ചെയ്ത് hello1 കൊടുക്കുക. അതിനുശേഷം ഏത് പാത്തിലേക്കാണോ പോവേണ്ടത് ആ പാത്ത് അവിടെ സ്പെസിഫൈ ചെയ്യണം. ഇതിന് കാരണം ഫസ്റ്റ് കേസ് വർക്ക് ചെയ്യാൻ കാരണം ഈ രണ്ട് ഫയൽസും സെയിം ലൊക്കേഷനിലായതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ്ലി കോപ്പി ചെയ്യാൻ പറ്റിയത്. എന്നാൽ സെക്കൻഡ് ടൈം ആകുമ്പോൾ ഈ ഒരു ഫയല് വന്നിരിക്കുന്നത് മറ്റൊരു ഫോൾഡറിനുള്ളിലാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് കോപ്പി ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ആ ഫയലിലേക്കുള്ള പാത്ത് കൃത്യമായി കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഈ ഒരു സൈബർ മല്ലുവിൻ്റെ ഒറിജിൻ പോയിന്റ് കിടക്കുന്നത് ടാറ്റ ഫോൾഡറിനുള്ളിലായതുകൊണ്ടും അതുപോലെ തന്നെ hello1ഉം hello2ഉം സെയിം ലൊക്കേഷനിലായതുകൊണ്ടും നമുക്ക് ഈ ഒരു ഒറിജിൻ പാത്ത് മുഴുവനായി കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ടാറ്റ കഴിഞ്ഞു വരുന്ന പാത്ത് മാത്രം കൊടുത്താൽ മതി. അതായത് സൈബർ മല്ലു, അതിനുശേഷം
cp here എന്ന ഫയല്. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഹലോ വേൾഡിലെ കണ്ടന്റ് സൈബർ മല്ലുവിനുള്ളിലുള്ള cp ഹിയറിലേക്ക് ചെല്ലും. ഇതാ കണ്ടില്ലേ, cp ഹിയറിലേക്ക് ആ കണ്ടന്റ് ചെന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ cp ഹിയർ എന്ന് പറയുന്ന ഫയലിനെ റീനെയിം ചെയ്യാൻ പോവുകയാണ്. നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സിമ്പിളായിട്ട് ഇതിനെ റീനെയിം ചെയ്യാൻ കഴിയും. എന്നാൽ ടെർമിനൽ വഴി എങ്ങനെ ചെയ്യാം? അതിനായിട്ട് mv എന്ന് ടൈപ്പ് ചെയ്യുക. mv എന്ന് വെച്ചാൽ മൂവ് ചെയ്യുക എന്നാണ് അതിനർത്ഥം. എന്നാൽ മൂവ് കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഫയലിനെ മറ്റൊരു ഫയലിലേക്ക് മൂവ് ചെയ്യാനോ, അല്ലെങ്കിൽ ഫയലിനെ മറ്റൊരു ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുവാനോ, അല്ലെങ്കിൽ ഡയറക്ടറിയെ മറ്റൊരു ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാനോ കഴിയും. അതേപോലെ കറൻ്റ്ലി ഉള്ള ഫയലിൻ്റെ പേര് മാറ്റുവാനും കഴിയും. ഇവിടെ cp ഹിയറിനെ ഞാൻ mv ഹിയർ എന്നും റീനെയിം ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരു സിൻടാക്സ് എന്ന് പറയുന്നത് mv എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഏത് ഫയലിൽ നിന്നാണോ മൂവ് ചെയ്യേണ്ടത് ആ ഫയലിൻ്റെ പേര് കൊടുത്ത് രണ്ടാമത് റീനെയിം ചെയ്യപ്പെടേണ്ടത് എങ്ങനെയാണോ അതും കൊടുക്കുക. ഇവിടെ എൻ്റർ ചെയ്യുമ്പോൾ cp ഹിയർ mv ഹിയറായി മാറി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് mv ഹിയർ എന്ന് പറയുന്ന ഈ ഒരു ഫയലിനെ ഞാൻ ടാറ്റ എന്ന് പറയുന്ന ഫോൾഡറിനുള്ളിൽ സൈബർ മല്ലു എന്ന് പറയുന്ന ഫോൾഡറിൽ mallu2 എന്ന് പറയുന്ന ഫോൾഡറിനുള്ളിലേക്ക് മൂവ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ mv കമാൻഡ് കൊടുത്ത് mv ഹിയർ എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി ഇപ്പോൾ വരുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ മനു വരെയുള്ള പാത്ത് കോമൺ ആണ്. അതിനുശേഷം ടാറ്റ എന്ന് പറയുന്ന ഫോൾഡറിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അതായത് ഈ ഒരു ടാറ്റ വരെയുള്ള പാത്ത് കറക്റ്റാണ്. അതിനുശേഷമാണ് പാത്ത് മാറിപ്പോകുന്നത്. സൈബർ മല്ലുവും mallu2ഉം രണ്ട് ഫോൾഡേഴ്സാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് കൃത്യമായ ഒറിജിൻ കൊടുക്കണം. ഡോക്യുമെൻറ്റ്സ്, അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ /root അതിനുള്ളിൽ ഡോക്യുമെൻറ്റ്സ്, അതിനുള്ളിൽ ടാറ്റ, അതിനുള്ളിൽ മനു, അതിനുള്ളിൽ ടാറ്റ, ഇവിടുന്ന് mallu2 അങ്ങനെ സ്പെസിഫൈ ചെയ്യണം. എങ്കിൽ മാത്രമേ ആ ഒരു എക്സാക്ട് ലൊക്കേഷനിലേക്ക് കണ്ടന്റ് മൂവ് ചെയ്യുകയുള്ളൂ. ഇതിന് കാരണം ഈ സൈബർ മല്ലുവും mallu2ഉം രണ്ട് ഡയറക്ടറിലേക്ക് മൂവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ എൻ്റർ അടിക്കുമ്പോൾ സൈബർ മല്ലുവിലെ കണ്ടന്റ് mallu2ലേക്ക് മൂവ് ചെയ്യപ്പെട്ടു. ഇങ്ങനെയാണ് നമ്മൾ mv കമാൻഡ് ഉപയോഗിച്ച് ഫയൽ മൂവ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഹലോ എന്ന് പറയുന്നൊരു ഫയലാണ്. ഇതിൻ്റെ പെർമിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ls-l കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫയലിൻ്റെ പെർമിഷൻ കാണുവാൻ കഴിയും. അതായത് ഇതിന് റീഡ് റൈറ്റ് പെർമിഷൻസ് ആണ് ഉള്ളത്. എന്നാൽ ഈ ഒരു ഫയലിനെ എക്സിക്യൂട്ടബിൾ ആക്കണമെങ്കിൽ ചില കേസിലൊക്കെ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുമ്പോൾ ലിനക്സിൽ അത് ചെയ്യണമെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഒരു എക്സിക്യൂട്ടബിൾ ഫയൽ റണ്ണബിൾ മോഡിലായിരിക്കണം. എന്നാൽ കറൻ്റ്ലി ഉള്ള ഈ ഒരു ഫയൽ എക്സാമ്പിളായി നോക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് റീഡ് റൈറ്റ് മോഡിൽ മാത്രമാണ്. അതിനെ റണ്ണബിൾ മോഡ് ആക്കണമെങ്കിൽ chmod +x എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് എക്സിക്യൂട്ടബിൾ മോഡാവും. അതിനുശേഷം ആ ഒരു ഫയലിൻ്റെ പേര് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഫയലിലേക്ക് നമുക്ക് കണ്ടന്റ് ആ ഒരു ഫയലിനെ നമുക്ക് എക്സിക്യൂട്ടബിൾ മോഡാക്കി മാറ്റുവാൻ കഴിയും. ഇവിടെ എക്സിക്യൂട്ടബിൾ മോഡാക്കിയ ഫയലിനെ അറിയണമെങ്കിൽ അതിൻ്റെ കളർ ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ കളർ ഇപ്പോൾ ഗ്രീൻ കളറാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ലിനക്സ് കമാൻഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നമ്മളിപ്പോൾ പഠിച്ചത് ബേസിക് ആയിട്ടുള്ള ലിനക്സ് കമാൻഡ്സ് മാത്രമാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഇത് മാത്രം മതി. എന്നാൽ
ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പല പല ലിനക്സ് കമാൻഡ്സുകൾ ചെയ്ത് പഠിക്കും. അപ്പോൾ അതിന് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കമാൻഡ്സാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈലിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അതിൽ കയറാവുന്നതാണ്. അവിടെ ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അത് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.